വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഗോൾഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് താഴെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ഇന്നലെയും അത് കാണാം. റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്, റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വൺ ഡേ ചാർട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോയിനൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ക്യാൻഡിലിന്റെ ലോയി ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനിയിപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ന്യൂസുകൾ വരുന്ന ദിവസമാണ്. ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. ഇന്ത്യൻ സമയം 5:45 വരുന്നത്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 155K ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 114K ആണ്. അതായത് പ്രീവിയസിനേക്കാളും നല്ല താഴെയാണ് ഫോർകാസ്റ്റ് വരുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറുതായി ഫോർകാസ്റ്റിന്റെ മുകളിൽ വന്നാൽ പോരാ, പ്രീവിയസിനേക്കാളും മുകളിൽ വന്നാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വരുന്ന അഡ്വാൻസ് GDP ക്വാർട്ടർലി വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. അത് നോക്കിയാൽ കാണാം, പ്രീവിയസ് 2.4% ആണ്. ഫോർകാസ്റ്റ് 0.2% ആണ്. വളരെ വ്യത്യാസം കാണുന്നുണ്ട്. 2.4% നിന്ന് 0.2%ലേക്കാണ് കാണുന്നത്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പ്രീവിയസിനെ അപേക്ഷിച്ചിട്ട് വളരെ ചെറിയൊരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഒരു മൊമെന്റം കിട്ടണമെങ്കിൽ പ്രീവിയസിന്റെ മുകളിലുള്ള ഒരു ഫിഗർ തന്നെ കിട്ടണം. അതായത് കറൻസി നല്ല രീതിയിൽ സ്ട്രോങ് ആവണമെങ്കിൽ പ്രീവിയസിന്റെ മുകളിലുള്ള ഒരു ഫിഗർ തന്നെ കിട്ടണം. അതുപോലെ എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് വരുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ്. അത് നോക്കിയാൽ കാണാം, 0.9% ആയിരുന്നു ഫോർകാസ്റ്റ്. അതുപോലെ പ്രീവിയസും 0.9% ആണ്. അതിന്റെ നോക്കിയാൽ കാണാം ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഗുഡ് ഫോർ കറൻസി എന്നുള്ളത്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, രണ്ടും ഒന്ന് തന്നെയാണ്. പ്രീവിയസും ആൻഡ് ഫോർകാസ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഫിഗർ വന്നാലാണ് കറൻസിക്ക് ബെറ്റർ ആവുള്ളൂ. ഇനി അടുത്തത് വരുന്ന 7:30 PM വരുന്ന ഒരു ന്യൂസ് ആണ്. കോർ PCE പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി ആണ് വരുന്നത്. അത് പ്രീവിയസ് വന്നിരിക്കുന്ന 0.4%, ഫോർകാസ്റ്റ് 0.1% ആണ്. അത് നോക്കിയാൽ കാണാം ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. പക്ഷെ അതിന്റെ ഫോർകാസ്റ്റ് നോക്കിയാൽ കാണാം 0.1% ആണ്. പ്രീവിയസ് 0.4% ആണ്. അപ്പൊ അതുകൊണ്ട് കറൻസി സ്ട്രോങ് ആവണമെങ്കിൽ 0.4%ന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല ന്യൂസുകൾ ഇന്ന് വരുന്നത് കൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഒരു സമയമാകുമ്പോൾ പരമാവധി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ടൊരു മൊമെന്റം തന്നതിന് ശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. കാരണം ഒരുപക്ഷെ മാർക്കറ്റ് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് നടത്തിയതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിന്റെ കൺസോൾട്ടേഷന്റെ പവർ കാണിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് നല്ലൊരു തരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി അകലെയുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയകളൊക്കെ മാർക്ക് ചെയ്തിടണം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിടുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അവിടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാധ്യത എന്ന് പറഞ്ഞാൽ അവിടേക്ക് സാധ്യതയാണ് പറയുന്നത്, നമ്മൾ ഉറപ്പിച്ചുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഒരുപക്ഷെ ന്യൂസിന്റെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ അവിടേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം
മാർക്കറ്റ് വന്നു നിന്നതാണ്. അപ്പൊ ഇവിടേക്കും മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും മാർക്ക് ചെയ്തിടുന്നത് ഇവിടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഏഹ്, ഇന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കും അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആയിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡേയിൽ മാർക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട ഏരിയ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവല് ഓൾ ടൈം ഹൈ ആണ്. അപ്പൊ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്നലത്തെ ഒരു ക്ലോസ് റേഞ്ചിലുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസും ഈ ലെവലിൽ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇതിന്റെ താഴോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം തന്നെ സസ്റ്റെയിൻ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണാം. ഒരു 50 മിനിറ്റ്സിന്റെ ഒരു മൈനർ സപ്പോർട്ട് ഏരിയ ആണ്. ഒരു പക്ഷേ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അത് ഒന്ന് നോക്കുക. ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് വന്നിറങ്ങി നല്ല രീതിയിലുള്ള റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് വീണ്ടും ഇതിന്റെ ഇൻസൈഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസോളേഷന്റെ ഇൻസൈഡിന്റെ ഉള്ളിൽ നമുക്കൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഈ കൺസോളേഷൻ ഏരിയയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ ലെവൽ വരെ മാർക്കറ്റ് എത്തിയേക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ താഴോട്ട് വന്ന് സപ്പോർട്ട് എടുക്കണമെന്നില്ല. മുകളിലോട്ട് തന്നെ പോയിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇവിടേക്ക് ഇറങ്ങി വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ആയിരിക്കും. ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ആവും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ക്ലോസ് റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് വന്നിട്ട് ഈ ലെവലിലേക്ക് എത്താം. ഈ ലെവലിലേക്ക് വന്നിട്ട് ഇതിന്റെ ഹൈ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ ലെവല് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരുപക്ഷെ ഈ ഒരു ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇവിടം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ വരെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് എടുക്കാം. താഴോട്ടേക്ക് എടുത്ത് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് അവിടുന്ന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ന്യൂസ് ടൈമിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലോ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ലോ എന്ന് പറഞ്ഞാൽ ഈ ലെവലുള്ള ലോ എടുത്തിട്ട് ഒരുപക്ഷെ മുകളിലോട്ടൊന്ന് കയറി പോവാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം തന്നിട്ട് മുകളിലോട്ട് തന്നെ കയറി പോവാം. അതൊന്ന് ഓർമ്മയിൽ വെക്കുക. മുകളിലോട്ട് തന്നെ കയറി പോവാം. അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിന് ചെന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ സപ്പോർട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത് റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആ റീടെസ്റ്റ് ഒരു സ്ട്രോങ് റീടെസ്റ്റ് ആണെങ്കിൽ, അതായത് സ്ട്രോങ് വേ കൂടെയാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വരാം. വീക്ക് ആണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്കൊക്കെ വന്ന് ഒരു പ്രധാനപ്പെട്ട ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ലെവലിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ 15 മിനിറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ടൈം ഫ്രെയിമിലോ ഉള്ള പ്രധാനപ്പെട്ട ഏരിയാസിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സലോ അല്ലെങ്കിൽ റീടെസ്റ്റോ തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.